സ്വീഡനിലേക്ക് പറക്കാം പഠിക്കാം സ്റ്റഡി ലിങ്ക്സിലൂടെ. ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ. സ്വപ്നങ്ങൾക്കൊപ്പം എന്നും. ഭൂമിക്ക് അടിയിൽ നിന്ന് ടാറ് വരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അതെങ്ങനെയാ സംഭവം? നമുക്ക് ആ ടാറിന്റെ കറക്റ്റ് അതിന്റെ മണം കിട്ടും. വിക്ടോറിയ, okay. And they just dump it here? Yeah. അജീഷ് ചേട്ടനും വിക്ടോറിയയും കൂടെ രണ്ടുപേരും കൂടെ ആ വഴിക്ക് പോയിട്ടുണ്ട്. അച്ഛനൂടെ പ്ലാവൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഇഷ്ടമാണ്. അവക്കാടൊക്കെ ഇങ്ങനെ താഴെ വീണ് കിടക്കുമോ? എന്ത് വിലയുള്ള സാധനമല്ലേ. ഇവിടെ മൊത്തം നാരങ്ങയാണ്. എന്തോരം നാരങ്ങയാന്ന് നോക്കി. ഗുഡ് മോർണിംഗ് ഫ്രം ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. നമ്മൾ രാവിലെ അജീഷ് ചേട്ടനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് സൗത്ത് സൈഡ് ഓഫ് ട്രിനിഡാഡിലേക്ക് പോവാണ്. ഇവിടെ മേളിൽ കിളികളൊക്കെ ഉണ്ട്. മേളിൽ മാത്രമല്ല താഴെയും കിളികളുണ്ട്. വലിയ കിളിയും ചെറിയ കിളിയും അങ്ങനത്തെ കിളികളൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. ഇതെല്ലാം ഈ ചേച്ചിയുടെ പരിപാടിയാണ്. ഇവിടുത്തെ ഗാർഡനും സംഭവങ്ങളും എല്ലാം ഇവിടെ മുമ്പിലും പറകിലും എല്ലാം കുറേ പരിപാടികളുണ്ട്. സമയം രാവിലെ 7 മണിയായതേ ഉള്ളൂ. ഇവിടെ റോഡിലിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂരൊക്കെ ഒരു 9 മണി 10 മണി റേഞ്ചിൽ തിരക്ക് പുറത്തിറങ്ങുന്ന പോലത്തെ തിരക്കായില്ല. അത്ര ക്രൗഡാണ്. കാരണം ഇവിടെ രാവിലെ പിള്ളേർ സ്കൂളുകൾ വിടാനായിട്ട് 7 മണിക്ക് പോകും. ഓഫീസുകളൊക്കെ രാവിലെ ഒരു 7:30 8 o'clock ആകുമ്പം ഓപ്പൺ ചെയ്യും, ഇൻക്ലൂഡിങ് ഗവൺമെൻറ് ഓഫീസുകൾ. അതുകൊണ്ട് എല്ലാം ഈ പറഞ്ഞ പോലെ ആ ഒരു ടൈമായിട്ട് കേന്ദ്രീകരിച്ചാണ് ഇവിടുത്തെ തിരക്കുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ. ഞങ്ങളിപ്പോൾ പോർട്ട് ഓഫ് സ്പെയിനിൽ നിന്ന് ഏകദേശം ഒരു 1/4 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടുത്തെ ഒരു കുഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഈ കുഗ്രാമത്തിലേക്ക് ഞങ്ങൾ പോകുന്നത് നമ്മുടെ ഒരു മലയാളി അച്ഛനുണ്ട് ഇവിടെ. ആ അച്ഛനെ കാണാനും അച്ഛനെ പിക്ക് ചെയ്യാനും കൂടാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു വലിയ യാത്രയാണ്. അപ്പോൾ അച്ഛനും നമ്മളോട് ഉണ്ടാവും അല്ലേ? ഇത് ഗ്രാമമാണെങ്കിലും വളരെ ഭംഗിയുള്ള ഗ്രാമം. നാട്ടിൻപുറത്ത് നമ്മുടെ നാടുംപുറം പോലിരിക്കുന്ന ഗ്രാമം. അതായത് എന്താ പറയുക, നമ്മളെ വയനാടും ഇടുക്കിയൊക്കെ പോലിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഗ്രാമം. കിളികളൊക്കെ അലയ്ക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. ഇത്രയും നല്ല അടിപൊളി ഒരു ഗ്രാമത്തിലാണല്ലോ അച്ഛൻ ജീവിക്കുന്നത്. നൈസ്, നല്ല അടിപൊളി വീടുകൾ. ഇത് അടിപൊളി പള്ളിയാണല്ലോ. വാ, നല്ല കിടിലം പള്ളി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇവർ താമസിക്കുന്ന സ്ഥലം. അവിടെ ഇത് അച്ഛൻ്റെ പള്ളി. അതിനിടെ ഇപ്പുറത്ത് ഒരു ഗവൺമെൻറ് സ്കൂള്. ഇത്രയും വലിയ വീട്ടിൽ അച്ഛൻ ഒറ്റയ്ക്കാണോ? നമസ്കാരം. നമസ്കാരം. പേരെന്താ അച്ഛൻ്റെ? ഷിജോ. ഓക്കെ. കൊള്ളാണോ? അടിപൊളി സ്ഥലം. അടിപൊളി സ്ഥലം. തടിയാണോ അച്ഛത്? മൊത്തം തടിയാ. ആണോ? മൊത്തം അകത്ത് പുറത്തും എല്ലാം തടിയാ? ഫുള്ള് തടി കൊണ്ടുണ്ടാക്കിയ വീട്. അതായത് ഇത്രയും വർഷം പഴക്കമുള്ള വീട്. അത് മൊത്തം തടിയാണ്. താഴെയും അതായത് താഴെ ഫ്ലോറും പിന്നെ ഈ ചുമരുകളും റൂഫും എല്ലാ സംഭവങ്ങളും തടിയാണ്. കണ്ടല്ലേ വീട് നോക്കി. എൻ്റെ ദൈവമേ, ഫുൾ തടി. അതായത് ഈ വീടിന് എവിടെ നോക്കിയാലും തടിയാണ്. ഇത് അച്ഛൻ്റെ കുർബാനയുടെ സമയത്ത് ഇടുന്ന വസ്ത്രം. എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി വീട്. നല്ല രസമുണ്ട്. ഇത് ഫുള്ള് തടിയല്ലേ? ഇത് ഞാൻ ചോദിച്ചോട്ടെ, ഇത് എത്ര വർഷം പഴക്കണമെന്നാ പറഞ്ഞേ? 151. ഓ, ഇതൊക്കെ വെള്ളം വീഴുവോ തോട്ടിനകത്തൂടെ? ആണല്ലേ? ഓ, ഓക്കെ. അതിനുള്ള സമയമായി. ഓ, ഇത് അച്ഛനാണിത്? പള്ളിക്കാരി ചെയ്തതാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 2 വസ്ത്രമുണ്ടോ? 2 കളറിലെ വസ്ത്രമുണ്ടോ? അത് ഓരോ ഒക്കേഷനിലായിട്ട്. ഇതെന്തിനുള്ളതാണ്? ഇത് റെഡ് ഇടേണ്ട ദിവസം അങ്ങനെയുള്ള. ഓക്കെ. അപ്പം അത് സാധാരണ ഗ്രീൻ. ഓക്കെ. അപ്പൊ റെഡ് ഇടുന്നത് എപ്പോഴാ? അത് സ്പെഷ്യൽ ഒക്കേഷൻ അതിന് ഉണ്ട്. ആണോ? അത് യൂണിവേഴ്സലാണ്. ഓ, അങ്ങനെയാണല്ലേ? നമ്മുടെ നാട്ടിലും ഇങ്ങനെ തന്നെയാണോ? ആണോ? ഓക്കെ. അതായത് നമ്മുടെ കാത്തലിക് ചർച്ചിന് ലാറ്റിൻ റൈറ്റില് എവിടെ പ്രാക്ടീസ് അതെല്ലാം ലോകത്ത് മുമ്പാടും ഒരേപോലെയാണല്ലേ? അത് ശരി. ഓക്കെ. ഇവിടെ ഇങ്ങനെ അച്ഛനൊരു ലിവിങ് ഏരിയയും പരിപാടികളൊക്കെ ഉണ്ടല്ലേ? നൈസ്, അടിപൊളി. നല്ല വലിയ വീടാണ്. ഇതൊരു ഗസ്റ്റ് റൂം. ഓക്കെ. പഴയ സെറ്റപ്പ്. ഇവിടെ മൊത്തം സായിപ്പായിരുന്നു. 1990 വരെ സായിപ്പ്മാരായിരുന്നു. അപ്പോൾ അതായത് ഒരു 25-30 വർഷമായിട്ടേ ഉള്ളൂ ഇവിടുത്തെ ലോക്കൽ അച്ഛന്മാര്. ഓ, ശരി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് എപ്പോഴുള്ളൊരു ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അച്ഛൻ ഇവിടെ വന്ന് നിൽക്കേണ്ടി വരുന്നത്? ഇവിടെ അച്ഛന്മാരില്ലാഞ്ഞിട്ടാണോ? ഇവിടെ അച്ഛന്മാരില്ലാഞ്ഞിട്ട്. ഓ, അത് ശരി. അപ്പൊ വിശ്വാസികളുണ്ട്, പക്ഷെ പ്രീസ്റ്റ് ആവാൻ ആളില്ല. അച്ഛന്മാരില്ല. പ്രീസ്റ്റ് ആവാൻ ആളില്ലാത്തോണ്ടാണോ? പുതിയ ആൾക്കാർ സെമിനാരി പോകുന്നില്ല. അത് തന്നെ. ഓക്കെ. അത് ശരി. അത് കാരണമാണ് നമ്മളിങ്ങനെ മിഷണറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഓ, ഓക്കെ. അപ്പം ഞങ്ങളുടെ അച്ഛന്മാർ ഇവിടെ സെന്റ് ലൂഷ്യ എന്ന് പറയുന്ന അവിടെ ഞാൻ കണ്ടിരുന്നു. ബാബു അച്ഛനല്ലേ സെന്റ് ലൂഷ്യയിൽ? അവിടെയാണ് ഞങ്ങളുടെ അച്ഛന്മാർ ആദ്യം വന്നത്. അവിടെ ഞാൻ പോയപ്പോ അവിടെ കണ്ടിരുന്നു ഞാൻ ഒരു അച്ഛനെ. ഞങ്ങളുടെ അച്ഛന്മാരെ കണ്ടപ്പോഴത്തേക്ക് ഇവിടുത്തെ അന്നത്തെ ബിഷപ്പ് ചോദിച്ചു ഇങ്ങോട്ടും കൂടെ വിടാവോ. ഓക്കെ. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ 2005 വന്നത്. ഓ, അത് ശരി. ഓക്കെ. ഞാനായിരുന്നു ആദ്യത്തെ ടീമിലുള്ളതാണ്. ഓ, 2005 അച്ഛൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അതിനുശേഷം എത്ര വർഷം ഇവിടെ ഉണ്ടോ?
ഞാൻ 2015 തിരിച്ചു പോയി. എന്നിട്ട് 2022 തിരിച്ചു വന്നു. 22 തിരിച്ചു വന്നു. ഓക്കെ, ദാറ്റ്സ് എ ലോങ് ടൈം. 13. അപ്പോൾ അച്ഛൻ ആദ്യം വന്നപ്പോൾ വലിയ പള്ളി തന്നെയാണോ? അല്ലല്ല, പിന്നെ ഞാൻ ഇന്ന് പോകുന്ന ആ ഏരിയയിൽ അവിടെയാണ്. അപ്പോൾ അച്ഛൻ എത്ര പള്ളിയുണ്ട് ഇവിടെ? ഈ ഇടവയ്ക്ക് എനിക്ക് 7 കുരിശുപള്ളികളുണ്ട്. അപ്പോൾ ഈ 7 പള്ളിയിൽ അച്ഛനാണോ പോകുന്നത്? അപ്പോൾ ഈ 7 പള്ളിയിലും കൂടെ ചേർത്ത് ഒരൊറ്റ വികാരി അച്ഛനാണ്. അതെ. ഓ, അത് ശരി. അപ്പം എങ്ങനെയാണ് ഈ ടൈം മാനേജ് ചെയ്യുന്നത്? ഓരോ ദിവസം ഓരോ സ്ഥലത്ത് പോകുമോ? അങ്ങനെയാണോ? എല്ലായിടത്തും ഒരേ ദിവസം തന്നെ പോകേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല. ഓക്കെ. ഇപ്പൊ ശനി ഞായറും ഞാൻ 2-3 വെച്ച് ചെല്ലും. കുർബാനയിൽ 2-3 സ്ഥലങ്ങളിൽ പോകും. ശരി. അപ്പോൾ ഓട്ടമായിരുന്നു. അതെ. പിന്നെ ഇഷ്ടംപോലെ ശവോടൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ പരിപാടികൾ, ഓഫീസുണ്ട്, ഓഫീസിൽ പോയിരിക്കണം, അങ്ങനെയുള്ള പരിപാടി. ഇവിടെ എല്ലാം അടുത്തടുത്താണോ ഈ പള്ളികളെല്ലാം? അല്ലല്ല, ഒത്തിരി ദൂരം പോകണം. 1 മണിക്കൂർ ഡ്രൈവ്. അതാണ് ഏറ്റവും അകലെയുള്ളത്. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ പള്ളി വക സ്കൂള് അങ്ങനെ പ്രസ്ഥാനങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇവിടെ? ഈ ഇടവയ്ക്ക് 2 സ്കൂളുകളുണ്ട്. ഇതും ഇവിടെ ഉള്ള അതും കത്തോലിക്ക സ്കൂളായിരുന്നു. പക്ഷെ അത് ഗവൺമെന്റ് ഏറ്റെടുത്തു. ഓക്കെ. അപ്പൊ ഇപ്പൊ പ്രസ്ഥാനം രണ്ട് സ്കൂള്. കാരണം നമ്മുടെ ഇപ്പൊ നമ്മളോടൊക്കെ വന്നു കഴിഞ്ഞാല് പല അച്ഛന്മാരും ആയിരിക്കും അവിടുത്തെ സ്കൂളിന്റെ മാനേജർ, അധികാരികളൊക്കെ ആയിരിക്കുമല്ലോ. അതാ ചോദിച്ചത്. ഞാൻ രണ്ട് സ്കൂളിന്റെ മാനേജർ ഞാൻ തന്നെയാണ്. ആണല്ലേ? നമുക്ക് പക്ഷെ നമ്മള് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. ഇല്ല. ഓക്കെ. നമ്മളൊരു സ്കൂളിൽ പോയി കുർബാന ചെല്ലുന്നു, അവരുടെ വല്ലപ്പോഴും ഒന്ന് പോയി കാര്യങ്ങളൊക്കെ നോക്കുന്നു, അന്വേഷിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. അവിടുത്തെ പ്രിൻസിപ്പൾ നോക്കിക്കോളും. ഓക്കെ, വെരി ഗുഡ്. അച്ഛനിവിടെ പ്ലാവൊക്കെ ഉണ്ടല്ലോ. പ്ലാവ്, വാഴ കൃഷി ചെയ്യാറുണ്ടോ? എനിക്ക് കൃഷി ഇഷ്ടമാണ്. ആണല്ലേ? ഓക്കെ, വെരി ഗുഡ്. നാരങ്ങ, ഇവിടെ ഒരു ലൂട് പനിങ്കൂർക്ക, പിന്നെ വാഴ നിപ്പുണ്ട്, ചേമ്പ്, വാഴ, ചേമ്പ്, തൊട്ടപ്പുറത്ത് സ്കൂള്. അവക്കാടോ? അവക്കാടോ ഇതാണോ അവക്കാടോ മരം? ഓക്കെ, നൈസ്, വെരി ഗുഡ്. അവക്കാടൊക്കെ ഇങ്ങനെ താഴെ വീണ് കിടക്കുമോ? ദൈവമേ, എന്ത് വിലയുള്ള സാധനമല്ലേ. ഇത് കണ്ടോ, നാരങ്ങ കണ്ടോ, നമ്മുടെ ചെറുനാരങ്ങ. ഈ മരം നിറച്ച് നാരങ്ങയാണ്. മരം ഇവിടെ കുറേ താഴെ കിടപ്പുണ്ടായിരുന്നു, നമ്മളതൊക്കെ പെറുക്കിയെടുത്ത്. പിന്നെ വേറെ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. വാഴ, ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. പിന്നെ നമ്മുടെ കടച്ചക്കൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, ഇതൊക്കെ ഇങ്ങനെ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഉണ്ടാവും. നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ്. സോ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ പുറകിൽ കരിമ്പുണ്ട്. കരിമ്പ് വേണമെങ്കിൽ കരിമ്പ് എടുത്ത് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാം. പിന്നെ തെങ്ങിന് ചേട്ടാ ഇവിടെ തേങ്ങ കിടപ്പുണ്ട്. തേങ്ങ ഇഷ്ടംപോലെ തേങ്ങ കിടപ്പുണ്ട്. ഇവിടെ മൊത്തം നാരങ്ങയാണ്. എന്തോരം നാരങ്ങയാന്ന് നോക്കി. ഞങ്ങളിവിടെ വന്നിട്ട് ഇവിടുത്തെ പറമ്പിലെ നാരങ്ങയെല്ലാം എടുത്തോട്ട് പറക്കുമല്ല, അവിടെ താഴെ വീട് കിടക്കുക. ഇത് കണ്ടില്ല, ഇഷ്ടംപോലെ നാരങ്ങ വീട് കിടക്കുന്നുണ്ടോ? ഇത് പെറുക്കി എടുത്താൽ മാത്രം മതി. ഞങ്ങളിവിടെ അച്ഛൻ്റെ കൃഷി വിളവെടുക്കാൻ വേണ്ടി വന്നതാണ്. അച്ഛൻ ഇവിടെ കംപ്ലീറ്റ് കൃഷിയും പരിപാടികളൊക്കെയാണ്. കടച്ചക്ക വേണോ? കടച്ചക്ക അല്ല, ഇത് കടച്ചക്ക ബ്രെഡ് ഫ്രൂട്ട് അല്ലേ? പിന്നെ ഇത് വേറെ സാധനം കേട്ടോ. ഇത് ബ്രെഡ് ഫ്രൂട്ട് അല്ല. ഇത് വേറെ സാധനം അല്ലേ? ഇത് ശരി, ഞാൻ കടച്ചക്കയാന്ന് കരുതി. ഇതിന്റെ പേര് വേറെ എന്തോ പേരാ. അതുകൊണ്ടോ നോക്കി. എന്താണ്? ഷക്കായിയോ? ഓക്കെ, ഇത് വേറെ പേരാണ്. ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇതിൻ്റെ പേര് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇത് കാണുമ്പോൾ കടച്ചക്ക പോലെ ഇരിക്കും, പക്ഷേ ദിസ് ഈസ് നോട്ട് കടച്ചക്ക. ഇത് പക്ഷേ കടച്ചക്ക പോലെ എന്തെങ്കിലും ഉണ്ടാക്കുമോ അത് വെച്ചിട്ട്? ആണല്ലേ? അതിവിടെ താഴെ, ഇത് താഴെ വീണ് കിടപ്പുണ്ട്. ഇതൊക്കെ ഇത് ചക്കക്കുരു പോലെ, ഇതിനകത്ത് കുരുവൊക്കെ ഉണ്ടല്ലോ. ഇത് കണ്ടില്ലേ നോക്കി. പക്ഷേ ഇതിൻ്റെ ഫ്ലഷ് ചക്കക്കുരു പോലെയാ. അല്ല സോറി, കടച്ചക്ക പോലെയാ. ഇത് കടച്ചക്ക പോലെ തന്നെ ഉണ്ട്, പക്ഷെ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി. ഇതിന് കുരു എടുത്തിട്ടുണ്ടെങ്കിൽ അത് സെയിം വെറൈറ്റി തന്നെയാണ്. ഇതിന്റെ കുരു എടുത്ത് കഴിക്കുമോ? അല്ലല്ല, ഇതിന്റെ ഇത് മൊത്തം ഈ ചകിടി ഒഴിച്ച് ബാക്കി എടുത്ത് കളഞ്ഞിട്ട് ബാക്കി മൊത്തം കഴിക്കും. സ്വീറ്റ് ആണോ? സ്വീറ്റ് ആയിട്ടല്ല, പിന്നെ അവർ കറി ഉണ്ടാക്കും. കറിയായിട്ട്. അത് ശരി. ഓക്കെ, വെരി ഗുഡ്, ദാറ്റ്സ് നൈസ്. ഇത് നട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നല്ല മണ്ണല്ലേ? നല്ല മണ്ണാണ് ഇവിടുത്തെ. അല്ല, ഇതിലൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യണ്ടല്ലോ. പനിക്കൂർക്ക ഇഷ്ടം പോലെ ഉണ്ട്. വാഴക്കൊല നിപ്പുണ്ട്. അടിപൊളി. അപ്പോൾ ശരിക്കും അപ്പോൾ താങ്കൾ അപ്പോൾ മറ്റേ എന്താ പറയാ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ മലയാളി ഫാർമർ, മലയാളി എന്താ പറയാ, അങ്ങനെ വേണേൽ പറയാം അല്ലേ? മുരിങ്ങ ഉണ്ടോ? മുരിങ്ങക്കല ഉണ്ടോ? മുരിങ്ങക്കായ ഉണ്ടോ? കായില്ല. ഓക്കെ, ഇതാവണം. കപ്പ ഉണ്ടല്ലോ അച്ഛാ?
അത് ശരി. അച്ഛൻ ഇവിടെ ഇല്ലാത്ത കൃഷിയൊന്നും ഇല്ലല്ലേ? എൻ്റെ പെപ്പർ ഉണ്ടോ, ഹോട്ട് പെപ്പർ. ആ, കരീബിയനിൽ വരുമ്പോഴത്തേക്കിനും കരീബിയൻ്റെ ഹോട്ട് പെപ്പർ. ഇത് എരിവുള്ളതാണോ എരിവില്ലാത്തതാണോ ഇത്? ശരി. നമ്മുടെ നാട്ടിൽ നമ്മൾ ഉണ്ട മുളക് എന്ന് പറയും. അപ്പോൾ അതാണ് ഇവരുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, ഹോട്ട് പെപ്പർ. ചേന നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ ചേന, കപ്പ, പിന്നെ ഇത് ചുണ്ടക്കയല്ലേ ആണോ? വഴുതനങ്ങ, ചേനയുണ്ട്, കപ്പയുണ്ട്, പപ്പായ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. വെരി ഗുഡ്. അച്ഛൻ്റെ വീട് എവിടെ ശരിക്കും? ആ, വെറുതെ അല്ല. ആ, കറിവേപ്പില. ഉണ്ടക്കയത്ത് എവിടെ ആയിട്ടച്ചാ? കൂട്ടിക്കൽ. ആ, മനസ്സിലായി. കൂട്ടിക്കൽ, യെസ്, എനിക്കറിയാം. പുളിയുള്ള മാങ്ങയാണോ പഴുത്ത മാങ്ങയാണോ? നമുക്കിത് പറിക്കാൻ പറ്റുമോ? ഇത് അല്ലറിഞ്ഞിടാൻ പറ്റും. ഇത് താഴെയുണ്ട്, കയ്യത്ത ആണ്. ഇവിടെ കിട്ടും, ഇത് സാധനം കിട്ടും. ഇത് എന്താ നല്ല ചൊനയുള്ള മാങ്ങയാണല്ലോ അച്ഛാ. അതെ, മാങ്ങ ഇതാരും പറിച്ചോണ്ട് പോകത്തില്ല. ഇത്ര ദിവസമായിട്ട് ഇവിടെ നിന്നിട്ട് ആരും പറിച്ചോണ്ട് പോകാനാ? അടിപൊളി. ഇത് കണ്ടോ? ഇത് ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ചൊന കളഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കാം. അടിപൊളി. ഇത് അച്ഛൻ്റെ വീടിൻ്റെ മുമ്പിൽ വെറുതെ നിൽക്കുന്ന മാവാണ്, റോഡിൽ നിൽക്കുന്ന മാവാ. പുളി കുറവാ. കാണുന്ന സ്ഥലം മൊത്തം പള്ളിയുടെ കേട്ടോ, മുമ്പിലത്തെയോ? ശരി. ചുമ്മാ പഴുക്കുക, പക്ഷികൾ തിന്നുക, പോവുക. അത് പ്രകൃതിക്ക് വേണ്ടിയാണ്, മനസ്സിലായില്ലേ? ഇത് പുളിയില്ല. പ്രകൃതിവിരുദ്ധരായ ഞങ്ങൾ വന്ന് ഇടയ്ക്ക് പറിച്ചുകൊണ്ട് പോകും. പുളിയില്ല കേട്ടോ, പക്ഷെ നല്ല മാങ്ങയാ. അച്ചാറുണ്ടാക്കാൻ ബെസ്റ്റാ. ചമ്മന്തിയല്ലേ? ചമ്മന്തി അച്ചാർ എന്തെങ്കിലും ഉണ്ടാക്കാൻ അടിപൊളിയാണ്. ഉപ്പിലിട്ട് കഴിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. കൊലച്ച് നിൽക്കുന്ന വാഴകൾ നോക്കൂ. മിക്ക വാഴയിലും കൊലയുണ്ട്. നല്ല അടിപൊളി സ്ഥലം. പിന്നെ മാങ്ങ, അതും സൂപ്പർ. ഈ പള്ളിയുടെ മുമ്പിലത്തെ വ്യൂ ഉണ്ടോ? അവിടെ ഒരു വലിയൊരു മരം, മാവ്. അതും മാവല്ലേ? മാവ്. അതിൻ്റെ താഴെ ആൾക്കാർക്കൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഇവിടെ മുമ്പിൽ ദൂരെ നമുക്ക് അങ്ങ് കടൽ കാണാം. അതുപോലെ നല്ല അടിപൊളി ഒരു കിടിലൻ വ്യൂ. പിന്നെ ശാന്തസുന്ദരമായ സമാധാനപൂർവ്വം ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അവർ ലേഡി ഓഫ് മോൺസെറാട്ട് RC ചർച്ച്, ടോർട്ടുഗ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇതെന്താ സെൽഫി ബൂത്തോ? ഇതെന്താ ചേക്കണേ? അതൊരു ഫോട്ടോ എടുക്കാനുള്ള, അത് ജൂബിലി സൈറ്റ് പ്രമാണിച്ച് വെച്ചിരിക്കുന്ന. ഓക്കെ. ഇവിടെ മണി അടിച്ചോണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റൂല്ലല്ലോ. അല്ല, മണി അടിക്കുന്നത് വേറെ ആള്. ഇത് നിങ്ങളുടെ പള്ളിമണിയല്ലേ ബേസിക്കലി ഇത്? അല്ലേ? നമ്മുടെ നാട്ടിലെ പള്ളി ഇവിടെ ഈ കുരിശടി കൺസെപ്റ്റ് ഒന്നും ഇല്ല അല്ലേ? ഇല്ല, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ഓക്കെ. ഈ പള്ളി എത്ര വർഷം പഴക്കമുണ്ട്? 150. ഓക്കെ. സോ ഇത് നിങ്ങൾ റിനോവേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ? അങ്ങനെ നമുക്ക് പള്ളിക്ക് ഉള്ളിലേക്ക് കയറാം. അച്ഛൻ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇത് കൊള്ളാലോ. ഇതൊരു ചെറിയ ഒരു പള്ളി. നമ്മുടെ നാട്ടിലെ ചെറിയ പള്ളി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ചെറിയ കുഞ്ഞി പള്ളി, ഫുള്ള് തടിയാണ്. അപ്പോൾ ഇത് ഈ 150 years എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താണ് അതിൻ്റെ ഒരു ചരിത്രം പറയാൻ എന്താ ഉള്ളത്? ഇത് ഫ്രഞ്ച് കപ്പൂച്ചിൻ അച്ഛന്മാർ സ്റ്റാർട്ട് ചെയ്തതാണ് 1878. അപ്പം ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് അല്ലേ? ഓക്കെ. അന്ന് ഇവിടെ ബ്രിട്ടീഷ് പ്രസൻസ് ഉണ്ട്. ഓക്കെ. പക്ഷേ ഇത് ഫ്രഞ്ചുകാരും ഉണ്ട് ആ സമയത്ത്. ഓക്കെ. ഇവിടെ അന്ന് ഫ്രഞ്ച് ക്രിയോൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഫ്രഞ്ച് ക്രിയോൾസ്. അപ്പോൾ അവർ വന്ന് സ്റ്റാർട്ട് ചെയ്തതാണിത്. അത് ഇവിടെ ഒരു സ്റ്റാച്യു ഉണ്ട്, അത് ഒറിജിനൽ സ്റ്റാച്യു ആണ്. സ്റ്റാച്യു ബ്ലാക്ക് വെർജിൻ എന്ന് പറയും. ഓക്കെ. ബ്ലാക്ക് ഫ്രം മോൺസ്ട്രാത്ത്, സ്പെയിൻ. ആയിരിക്കുന്നു അല്ലേ? ഓക്കെ. അതിന് 200 വർഷം പഴക്കമുള്ള സ്റ്റാച്യു ആണ്. പിന്നെ ഇവിടെ കാണുന്ന മൊത്തം അന്ന് അച്ഛന്മാർ 150 വർഷം മുമ്പ് അച്ഛന്മാരുണ്ടാക്കിയ സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇപ്പോഴും. ആ സിറ്റീസ് മെയിൻറ്റെയിൻഡ്, ഈ സ്റ്റെയിൻ ഗ്ലാസ് ഉൾപ്പെടെ. അതൊക്കെ നിങ്ങളത് റീടച്ച് ചെയ്തെടുത്തത് വെച്ചിരിക്കുകയാണ് അല്ലേ? ഓക്കെ. അത് ഈ 2004 ചെയ്തത്. ഓക്കെ. പിന്നെ ഞങ്ങൾ ഈയിടെ 2022 ഒന്ന് കംപ്ലീറ്റ് റെസ്റ്റോറേഷൻ ചെയ്തു. അപ്പോൾ അതൊക്കെ ഫണ്ടൊക്കെ ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യുമോ? അതോ? ഇല്ലേ, അത് ഞങ്ങൾ ലോൺ എടുക്കുക ചെയ്തത്. അത് ശരി. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് ഒന്നും കിട്ടത്തില്ല? നമ്മൾ പള്ളിയിൽ നിന്ന് പകുതി എടുത്തു, പിന്നെ ബാക്കി ലോൺ എടുത്തു. ശരി. അപ്പോൾ ലോണിൻ്റെ അത് അടച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. എല്ലാം മലയാളി കൺസെപ്റ്റാണ്. ഈ ഡൊണേഷൻസ് ആൻഡ് ഓഫറിങ്സോ? ഇവിടെ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടല്ലോ. ഇല്ല അല്ലേ? ചിലപ്പം ഓക്കെ. ഞാൻ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലൊക്കെ പോയ സമയത്ത് അവിടുത്തെ പള്ളികളിലൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ ഡൊണേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവം കണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ കുമ്പസാരക്കൂടാണ് ഈ കാണുന്നത്. അപ്പോൾ അച്ഛൻ ഇവിടെ ഇരിക്കും,
കുമ്പസരിക്കാൻ വരുന്ന ആൾ എവിടെ ഇരിക്കുന്നേ? ഓ, അച്ഛൻ ഇവിടെ ഇരിക്കും. അവരിവിടെ ഇരിക്കും അല്ലേ? ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇവിടെ ഇങ്ങനെ മുട്ടല്ല നിൽക്കാം. ഓ, വളരെ ശരി, ഓക്കെ. അച്ഛനാണ് ഈ ഇവിടുത്തെ രാജ്യത്തെ പറ്റി ഇപ്പം ഇത്രയും വർഷമായിട്ട് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റുമല്ലോ. അജീഷേട്ടന് കുറെ കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിലും ക്യാമറയുടെ മുമ്പിൽ പുള്ളി ഭയങ്കര മടിയനായതുകൊണ്ട്, ഷൈ ആയതുകൊണ്ടും പുള്ളി കാര്യമായിട്ടൊന്നും പറയുന്നില്ല. അതെനിക്ക് എൻ്റെ ഒരു വലിയൊരു പ്രശ്നമായിപ്പോയി. കാരണം അജീഷേട്ടൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്യാമറ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോൺ സ്റ്റോപ്പാണ്. ക്യാമറ ഇല്ല. പിന്നെ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ പിന്നെ അജീഷേട്ടൻ ഭയങ്കര സംസാരമാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ക്യാമറ വെച്ച് വീഡിയോ എടുക്കാനും പറ്റുകയില്ല. ശരിക്കും അച്ഛനിപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാജ്യം, ആ രാജ്യത്തെ ഏകദേശം 40% ഇന്ത്യൻ വംശജരും അത്രയും തന്നെ ആഫ്രിക്കൻ വംശജരും പിന്നെ ബാക്കിയുള്ളൊരു മിക്സഡ് പോപ്പുലേഷനൊക്കെ ഉള്ള നാനാജാതി മതസ്ഥരുള്ള, ശരിക്കും നമ്മൾ ഇന്ത്യ പോലെ തന്നെ ചൈനക്കാരുണ്ട്, ചൈനീസ് ഉണ്ട്, സ്പാനിഷ് ഉണ്ട്, സിറിയൻസ് ഉണ്ട്, അതെ, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്. അപ്പോ വളരെ 10% താഴെ ഉള്ളൂ. 4% ഉള്ളൂ. അപ്പൊ ലെറ്റ് മീ ആസ്ക് യു സംതിങ്. അപ്പോ നമ്മൾ ഇന്ത്യ പോലെ ഒരു വലിയൊരു എന്താ പറയാ നാനാജാതി മതസ്ഥരുടെ ഒരു നാടാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ അതനുസരിച്ച് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. സോ വാട്ട് ആർ ദ കോമൺ പ്രോബ്ലംസ് people are facing here? The common problem is actually created by the politicians to create divisions among the different races. എല്ലായിടത്തും അങ്ങനെയാണല്ലോ അല്ലേ? ആഫ്രിക്കൻസിനെയും ഇന്ത്യൻസിനെയും തമ്മിൽ അടുപ്പിക്കുക. ഓക്കെ. പക്ഷേ അല്ലെങ്കിൽ അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നതും ജീവിക്കുന്നതും സംസാരിക്കുന്നതും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ, അങ്ങനെ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടോ, നമ്മൾ അങ്ങനെ ഓർക്ക് ചെയ്യാറില്ല. പക്ഷേ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലതായി. അതാണ് ഒരു മെയിൻ ഒരു പ്രോബ്ലം ആയിട്ട് ഇവിടെ. പിന്നെ വെച്ചാൽ വളരെ ഫ്രീ ലൈഫാണ്. ശരിക്കും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവർ രണ്ടുപേരും ഈ നാട്ടിലേക്ക് വന്ന ആൾക്കാരല്ലേ? ആഫ്രിക്കൻസും ഇന്ത്യൻസും എല്ലാവരും വന്നവരാണ്. അതെ. ഇന്ത്യൻസ് വന്നത് 1845 ആദ്യമായിട്ട് ഇവിടെ ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവരുന്നത്. അന്ന് മുതൽ പിന്നെ അവർ ഇൻഡിൻജേർഡ് ലേബറേഴ്സ് ആയിട്ടാണ് വന്നത്. അതായത് ഒരു കോൺട്രാക്ട് ലേബർ. വേതന ഇല്ലതാനോ തുടക്കത്തിൽ? വേതന ഇല്ലതാ, ഇല്ല, വേജസ് ഇല്ല. അതായത് അടിമത്തത്തിന്റെ മറ്റൊരു അത് തന്നെ വേർഷൻ. അതായത് സ്ലേവറി അബോളിഷ് ചെയ്തപ്പോ ആളെ വേണമായിരുന്നു, കോൺട്രാക്ട് ലേബറേഴ്സ്. അപ്പം ആഫ്രിക്കൻസ് അതിന് മുമ്പേ സ്ലേവറിയുടെ ഭാഗമായിട്ട് ഇവിടെ വന്ന ആൾക്കാരാണ് അല്ലേ? അവര് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ചു പോകാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇന്ത്യക്കാർക്ക്. അപ്പോൾ ഈ നമ്മുടെ ഹിസ്റ്ററി കാണിക്കുന്നത് ഈ ഏകദേശം 1,45,000 ആൾക്കാർ ഇവിടെ വന്നതിൽ അതിൽ 20% ആൾക്കാരെ തിരിച്ചു പോയിട്ടുള്ളൂ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ. ബാക്കി എല്ലാവരും ഇവിടെ നിന്നു. അതായത് ഇപ്പം 1845 മുതൽ 1917 വരെയാണ് ബ്രിട്ടീഷുകാർ ഇവിടെ ഈ ഇന്ത്യൻസിനെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ അതിന് 1,45,000 ആൾക്കാർ ഇവിടെ വന്നു. എന്നിട്ട് ബാക്കി കുറച്ച് പേര് തിരിച്ചു പോയി, ബാക്കി എല്ലാവരും ഇവിടെ സെറ്റിൽഡായി. അവരാണിപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഒരു ചെറിയൊരു കടയോ ചെറിയൊരു ബിസിനസ്സോ അവർ ജീവിക്കാൻ പഠിച്ചത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ഈ ആഫ്രിക്കൻ വംശജര് അവര് ഇന്ന് കാശുണ്ടാക്കും, ഇന്ന് വൈകുന്നേരം അത് ചെലവാക്കുകയും ചെയ്യും. നന്നായിട്ട് ജീവിക്കുക, നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും. അങ്ങനെയാണ് അവരുടെ സ്റ്റൈല്. ഏത് ആഫ്രിക്കൻ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും അങ്ങനെയാണ് അവരോ. പക്ഷേ ഇവർ ഈ ആഫ്രിക്കൻസ് ഉണ്ടാക്കുന്ന കാശ് മൊത്തം ഉണ്ടല്ലോ, അവർ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് കൊണ്ടേ അവർ എങ്ങനെയും കൊണ്ടേ കൊടുക്കും. അതെ, ഒന്നെങ്കിൽ ബാർ, അല്ലെങ്കിൽ ബിസിനസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രോസറി, അങ്ങനെയാണ് അവർ ചെലവാക്കുന്നത്. അപ്പൊ ഇന്ത്യൻസ് മെയിൻ ആയിട്ട് ബിസിനസ് അവരെങ്ങനെയാലും ജീവിക്കും. അവരുടെ കയ്യിലേ ഉള്ളു കാശ്. അവര് എന്ത് പണി ചെയ്യാൻ അവർക്ക് യാതൊരു പണിയില്ല. പക്ഷെ ഈ ആഫ്രിക്കൻസ് ഭയങ്കര ലേസിയാണ്. അവർക്കിങ്ങനെ ചെറിയ പണികളൊന്നും ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമില്ല. ഉണ്ടാക്കുമ്പോൾ വലിയ എമൗണ്ട് ഉണ്ടാക്കണം എന്നുള്ള ഒരു വിചാരമാണ്. ശരിക്കും ഇന്ത്യൻസിനെ ഇവിടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവരാൻ മെയിൻ റീസൺ അന്ന് സ്ലേവറി അബോളിഷ് ചെയ്ത സമയത്ത് ഇവിടുത്തെ ഷുഗർ ഫാക്ടറികളിൽ ആഫ്രിക്കൻസ് വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ? അങ്ങനെ ഒരു റീസൺ കാരണമല്ലേ വന്നത് അല്ലേ? അവര് ഇവിടെ തുടർന്ന് ജോലി ചെയ്യാൻ വിസമ്മതിക്കുകയും അപ്പോഴാണല്ലോ ശരിക്കും ബ്രിട്ടീഷുകാർക്ക് വഴിയില്ലാതെ അവര് ഇന്ത്യയിൽ നിന്നും കപ്പലിൽ ആൾക്കാരെ കൊണ്ടുപോകും അല്ലേ? പ്ലാന്റേഷനില്, അതായത് ഷുഗർ കെയിൻ പ്ലാന്റേഷന്, പിന്നെ കൊക്കോ പ്ലാന്റേഷന്, കോഫി പ്ലാന്റേഷന്, ഈ 3 കോക്കനട്ട് പ്ലാന്റേഷന്, ഈ ഇങ്ങനെ 4 ഏരിയയിൽ വർക്ക് ചെയ്യാനായിട്ടാണ് അവരെ ഇവിടെ കൊണ്ടുപോകുന്നത്. ഓക്കെ.
റോഡ് അടിപൊളി കേട്ടോ. നമ്മളിപ്പോൾ ശരിക്കും ഇവിടുത്തെ ഇതിൻ്റെ ഈ രാജ്യത്തിൻ്റെ ഒരു എൻഡ് ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും വളരെ മനോഹരമായിട്ടുള്ള 4 വരി ഹൈവേ. ഇതെന്താ ഇങ്ങനെ? ഇത് രണ്ട് ഇങ്ങോട്ട് വണ്ടി വരുമോ? ഇല്ലല്ലോ. അപ്പൊ വര ഇങ്ങോട്ട് വരച്ചിട്ടിരിക്കുന്ന എന്താ? ചുമ്മാ വരച്ചിട്ടാ? സിംഗിൾ ലൈൻ ആയിരുന്നോ? ഞാൻ കേട്ട് പേടിച്ചു പോയി. ഞാൻ ഇങ്ങോട്ട് വര കാണുന്നത് എന്താ സംഭവം മനസ്സിലാവുന്നില്ല. ഇവിടെ ഈ രാജ്യത്ത് ഇഷ്ടംപോലെ ഇത്തരത്തിലുള്ള ട്രക്കുകൾ ധാരാളം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇത് മറ്റേ നിസാൻ്റെ ട്രക്ക്, നമ്മുടെ ഇത് മിറ്റ്സുബിഷിയുടെ ട്രക്ക്, പിന്നെ ഹൈലക്സ് ഉണ്ട്, ഫോർഡിൻ്റെ വണ്ടികളുണ്ട്, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അച്ഛൻ ഹൈവേ കൂടെ കുറേ നേരം പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം നമ്മളൊന്ന് ഡബിൾസ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ബാ, എനിക്ക് വിശക്കുന്നത് അതാ ഡബിൾസ് കഴിക്കാമെന്ന് പറഞ്ഞാൽ. ബാ, ഇവിടെ എല്ലായിടത്തും കിട്ടും ഡബിൾസ്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ ഉഴുന്നോടെയൊക്കെ ഉണ്ടാക്കി ആൾക്കാർ വെക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ. ഇപ്പോൾ നല്ല കാറ്റ്. ഇതാണ് ഡബിൾസ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പേപ്പറിലുള്ള പരിപാടിയാണേ. ഈ ഓരോ ആൾക്കാർ പൂരി ഉണ്ടാക്കുന്ന ഓരോ ടേസ്റ്റാണ് അല്ലേ? അല്ല, പൂരിയുടെ ടേസ്റ്റും വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ ലൈവ് അതെ. ഇവിടുത്തെ ഡബിൾസ് ഒരു രക്ഷയില്ല, കിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ലാബ്രേ പിച്ച് ലേക്കിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ വരുമ്പോഴത്തേക്കിനും ബോർഡൊക്കെ കണ്ടോ, നോ ലൈറ്റിംഗ് ഓഫ് ഫയേഴ്സ് ഇൻ ദിസ് ഏരിയ, ഫ്ലേമബിൾ ഹൈഡ്രോ കാർബൺസ് പ്രസന്റ് നിയർ ബൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് ശരിക്കും ഒരു പ്രകൃതിയുടെ ഒരു വലിയൊരു പ്രതിഭാസം, ഭയങ്കര ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രതിഭാസം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇത്തരത്തിലുള്ള സ്ഥലം ലോകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ താഴെയൊക്കെ ടാർ, ഇത് റോഡിലെ ടാറോ എന്താ സംബന്ധിച്ചില്ല, ഇവിടെ മൊത്തം ടാറിൻ്റെ മണമാണ് നമുക്ക് കിട്ടുന്നത്. അവിടെയാണ് നമുക്ക് ടാർ ലേക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ താഴെയൊക്കെ നമുക്ക് ഇത് കണ്ടില്ലേ, ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കണ്ടോ, ടാർ ഇങ്ങനെ, ഇത് ഭൂമിക്കടിയിൽ നിന്ന് ടാർ ഇങ്ങനെ വരുന്ന സ്ഥലം, ഒരു ലേക്ക് പോലെ, ടാറിൻ്റെ ലേക്ക്. Wow, man. The Pitch Lake is one of only 3 natural asphalt lake in the world. So there are 3 places like this, right? No, this is the only place like this. All the rest is liquid tar. It have others, not just you. Okay, fine, okay. അപ്പോൾ നമ്മളിവിടെ നിന്നൊരു ഗൈഡിനെ എടുത്തിട്ട് നമ്മൾ ഗൈഡുമായിട്ടാണ് പോകുന്നത്. സോ നമുക്ക് No, you're just giving the driver name and 3 people on board. He want the driver name. I'm a driver. You the driver? Yeah. What's your name? Victoria. Okay. Victoria Avenue. Okay. So you are taking us to show the beautiful lake, right? Well, that's what I was going to give you a proper introduction. Welcome. Yeah. I like to say first and good morning. Welcome to the village of La Brea. ഇവിടെയൊക്കെ താഴെയൊക്കെ ടാറ് കണ്ടോ, ഇത് കണ്ടില്ലേ, ഇതൊന്നും ആരും ഇവിടെ കൊണ്ട് ഒഴിച്ചതല്ല. ഈ ടാർ എന്ന് പറയുന്നത് ഇത് ഭയങ്കര സംഭവമാട്ടോ. ഇത് ഇവിടുത്തെ ഒരു വലിയൊരു പ്രകൃതിയുടെ വലിയൊരു എന്താ പറയുക, വല്ലാത്തൊരു പ്രതിഭാസമാണ്. ഇത് ബേസിക്കലി ഈ ലാവയൊക്കെ ഒഴുകി പോകുന്ന പോലെ തന്നെ കണ്ടില്ലേ, ഇവിടെ ഈ ടാറൊക്കെ ഒഴുകി പോകുന്നത് കണ്ടോ. ഇത് ശരിക്കും നമ്മൾ അസ്ഫാൾട്ടാണ്. അതായത് ഇവിടെ ഈ കാണുന്ന ലേക്ക് എന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു അത്യാവശ്യം നല്ലൊരു വലിയ ഒരു 100 ഏക്കർ 500 ഏക്കർ ആ റേഞ്ചിലെങ്ങാണ്ട് കിടക്കുന്ന വലിയൊരു ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു വലിയൊരു സ്ഥലമാണ്. ഇവിടെ നാച്ചുറലായിട്ട് ഈ പറഞ്ഞ പോലെ ബിറ്റുമൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ഒരു പ്രതിഭാസം. ബേസിക്കലി ഇപ്പോൾ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, ഈ ടാർ എന്ന് പറയുന്നത് പെട്രോളിയത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ പെട്രോളിയം പ്രൊഡക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രകൃതിയിൽ നിന്നും നമുക്ക് ടാറ് കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചുമ്മാ ഒഴുകി അങ്ങ് വെറുതെ വന്ന് കിടക്കുക. എന്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇവിടെ വെറുതെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പുള്ളിക്കാരുടെ പോയി എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരും. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നല്ലേ നേരത്തെ? എത്ര നാളുണ്ടായിരുന്നു? 9 വർഷം ഈ സ്ഥലത്തോ? ഇവിടുത്തെ ഇടവകയല്ല, ഇവിടെയും പാരിഷ് എന്ന് തന്നെയല്ലേ പറയുന്നത് അല്ലേ? ഇവിടെ ഈ കരീബിയൻ രാജ്യങ്ങളിലെല്ലാം പാരിഷ് എന്നാണല്ലോ പറയുന്നത്. നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത് വേറെ. അതെന്ത് പാരിഷ് അത്? എനിക്ക് എപ്പോഴും സംശയമായിരുന്നു. കാരണം എല്ലായിടത്തും ഉണ്ട് സെന്റ് ജോർജ് പാരിഷ്, മറ്റേ പാരിഷ്. അത് സ്റ്റേറ്റ് പ്രോവിൻസ് എന്ന് പറയുന്ന പോലെ അതിന് പാരിഷ് എന്ന് പറയും. അത് ഇംഗ്ലീഷിന്റെ വേർഷനാണ്. അപ്പോൾ അതും ഈ പള്ളിയുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പള്ളി ഇടവക വെച്ചിട്ടാണ് അങ്ങനെ പാരിഷ് എന്ന് പറഞ്ഞ പേര് കൊടുക്കുന്നത്. നല്ലല്ലേ? ഓക്കെ, ശരി. ഇവിടെ ഇവരെന്താ നമ്മളെ കൊണ്ടുവന്ന് ടാറ് കാണിക്കാനാണോ ചെടി കാണിക്കാനാണോ? ശരിക്കും ഉറവ വരുന്ന പോലെ അല്ല അച്ഛാ? നമ്മൾ ഈ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ ഭൂമിക്കടിയിൽ നിന്ന് ഈ ഉറവ വരത്തില്ലേ, അങ്ങനെ ഉറവ വരുന്നത് പോലെയാണ് ബേസിക്കലി ഇവിടെ ഭൂമിക്കടിയിൽ നിന്ന് ഈ ടാറ് വരുന്നത്. അതാണ് ഇവിടെ ഭയങ്കര ഫലഭൂയിഷ്ടമാണ്. അപ്പോൾ ഈ ടാറ് കാരണം ഫലഭൂയിഷ്ടമോ? അത് ശരി, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഇവിടെ ഒരു ലേക്കുണ്ട്.
ഈ ഒരു ലേക്ക് എന്ന് പറയുന്നത്. ലേക്കിൽ വെള്ളമാണ് കാണുന്നത്, പക്ഷേ അത് വെള്ളം മാത്രമല്ല. ആ ലേക്ക് ഈസ് വിത്ത് ഓയിൽ ആൻഡ് വാട്ടർ. അതാണ് ആ ലേക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഈ വെള്ളമൊക്കെ കണ്ടില്ലേ, ഈ വെള്ളമൊക്കെ വരുന്നത് പോലെ തന്നെ ചിലപ്പോൾ ടാറൊക്കെ വരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ ആ സ്പോട്ട്സ് കാണിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരി നമ്മളെ കൊണ്ടുപോകുന്നത്. ഇത് കണ്ടോ, മിനറൽസ് കണ്ടോ, അയണോർ മിക്സഡ് ആയിട്ടുള്ള മിനറൽസ് ആണ് നമുക്ക് ഈ താഴെ കാണുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ ഭൂമിക്കടിയിൽ നിന്ന് ഇങ്ങനെ വരുന്ന സ്ഥലമാണ്. എനിക്ക് നമ്മൾ പലതരത്തിലുള്ള പ്രതിഭാസങ്ങൾ നമ്മൾ പല നാട്ടിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിലും ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. നമ്മൾ ഈ ഹോട്ട് സ്പ്രിങ്സ് കാണുന്നു, പിന്നെ ജിയോ തെർമൽ ആക്ടിവിറ്റീസ് കാണുന്നു, വോൾക്കാനോ പൊട്ടി ഒഴുകി വരുന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഭൂമിക്കടിയിൽ നിന്ന് ടാറ് വരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അതെങ്ങനെയാണ് ആ സംഭവം, അത് കാണിക്കാൻ വേണ്ടിയാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. എന്തോ ഇത് വെള്ളം പോലെ ഇരിക്കും, പക്ഷേ ഇത് ചുമ്മാ വെള്ളമല്ല, മനസ്സിലായില്ലേ? ഇത് ഓയിലും വെള്ളമാണ് മിക്സ് ചെയ്ത സ്ഥലമാണ്. ഇവിടെ നിന്ന് ഈ ടാറ് ആസ്ഫോൾട്ട്, അതായത് ഇത് ബിറ്റുമിൻ എന്നൊക്കെ പറയുന്നത് സംഭവങ്ങളാണല്ലോ, റൺവേ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ബേസിക്കലി ഇവിടുത്തെ ഈ ആസ്ഫോൾട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇവർ റൺവേ ഉണ്ടാക്കാൻ. റൺവേ ആക്ച്വലി റൺവേയുടെ ആ ഒരു ടാർമാക്ക് ഉണ്ടല്ലോ, ആ ഒരു സംഭവം ആസ്ഫാൾട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. This is asphalt. Smell it right there. That's what they use for road paving, airport runway around the world, and Mitsubishi chest racing track. ഇതിന് മണം, നമുക്ക് ആ ടാറിൻ്റെ കറക്റ്റ് അതിൻ്റെ മണം കിട്ടും. അത് പിടിച്ചെടുത്തോണ്ടോ നോക്കി. I have studied that this thing is a byproduct of the petroleum, the crude oil processing, right? Yes. So I have studied that. Yeah, that's the byproduct. Yeah, but how are you getting it from the nature without doing any kind of processing? They use a front end loader, defrost tractor, hydraulic dump truck to strip my stuff by. So I carry it to the area where they done. Okay. So the nature is doing the processing itself? No, they are refining it. That's a factory. Oh, they are refining it. Okay. Yeah. Okay. And they are അങ്ങനെയാണോ? Taking it to the raw form. Oh. Process it. Okay. That is the waste after processing it. And they just dump it here? Yeah. Why are they dumping it here? It is go back wrong in the earth. Really? Yes, it does. It grows back again. അങ്ങനെയുണ്ടോ? ദൈവമേ, അതാണ് ഇവിടെ ടാറ് കാണുന്നല്ലേ? ഇത് ലൈഫ് ആവും, ഒന്നുകൂടെ ലൈഫ് ആവും. എന്തൊക്കെ പരിപാടിയല്ലേ. അപ്പോൾ ഇതെടുത്ത് പ്രോസസ്സ് ചെയ്യും ഇവര്. ഇതെടുത്ത് ആ വെള്ളം എടുത്ത് പ്രോസസ്സ് ചെയ്യും. 200-foot concrete tower across there was built here in preparation for World War II. Okay. So happened World War II did not pass here. So എന്താ പറഞ്ഞേ? വേൾഡ് വാർ 2 സമയത്ത് അവര് ടവർ ഉണ്ടാക്കിയതാണ് ബ്രിട്ടീഷ് പീപ്പിൾ. പിന്നെ ബൈനോക്കുലറോ നോക്കാനായിട്ട്, സീൽ നോക്കാനായിട്ട്. പക്ഷേ വേൾഡ് വാർ ഇവിടെ വന്നില്ല ആ സമയത്ത്. അത് ശരി. ഓക്കെ. This is not the byproduct. This is a normal tar, original one. Oh, it comes from here. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഷുഗറിലൊക്കെ ആവുമല്ലോ. എവിടെ? ഇത് കണ്ടോ, നമ്മൾ ചവിട്ടുമ്പോഴത്തേക്കിനും കണ്ടോ കുഴിഞ്ഞു പോകുന്നത് കണ്ടോ, നോക്കി. എവിടെ? അത്രയും കുഴിഞ്ഞു പോയി കണ്ടോ, നോക്കി. വാവ്, ഇത് ബൈ പ്രോഡക്റ്റ് അല്ല, ഇത് ഇവിടെ ഇങ്ങനെ ഉണ്ടായി വരുന്നതാണ്. ഇപ്പം നമ്മൾ നടക്കുമ്പോഴത്തേക്കിനും അത് ഫീൽ ചെയ്യും. കാലിലൊക്കെ ആവുമല്ലോ, ഷൂ ഒക്കെ ചീത്തയാവുമല്ലോ. ചെരുപ്പിട്ടിരിക്കുന്നതുകൊണ്ട് അജീഷ് ചേട്ടനും വിക്ടോറിയയും കൂടെ രണ്ടുപേരും കൂടെ ആ വഴിക്ക് പോയിട്ടുണ്ട്. പുള്ളിക്കാരി എന്തൊക്കെയോ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വഴിക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ എന്തോ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം എന്തായാലും പൊളിയാണ്. ഇത് ശരിക്കും നമ്മളിപ്പോൾ ഈ വെള്ളം കിടക്കുന്ന സ്ഥലം കാണുന്നില്ലേ, ഈ വെള്ളം കിടക്കുന്ന ഈ ഒരു സ്ഥലത്ത് ശരിക്കും അവിടെയൊക്കെ അതിനിടയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള ടാർ ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് വിക്ടോറിയ അവിടെ പോയി നിന്ന് കാണുന്നത്. കണ്ടോ ടെക്നോളജി കണ്ടില്ലേ? നമ്മൾ ഷൂ ഇട്ട് വന്നെങ്കിലും നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും അവരവിടെ പോയി കാണുന്നത് നമ്മൾ ഇവിടെ ഇരുന്ന് കാണുന്നത് കണ്ടോ. അതാണ് നമ്മുടെ ടെക്നോളജി. എന്തായാലും ഡ്രോണൊക്കെ ഉള്ളതുകൊണ്ട് നന്നായി. ആ പുള്ളിക്കാരി അവിടെ എന്തോ അതിനകത്ത് ഇറങ്ങുമോ? ഇത് സൾഫർ വാട്ടർ ആണിത് ഈ കാണുന്നതോ? അതിനകത്ത് കുളിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എന്തെങ്കിലും ത്വക്ക് രോഗങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം പൊക്കോളും. ശരി. സൾഫർ വാട്ടർ ആണിത്. ഓക്കെ. നമ്മുടെ ഹോട്ട് മിങ്കിളായത് കാരണം സൾഫർ വാട്ടർ ആണ്. നമ്മുടെ ഈ ഹോട്ട് സ്പ്രിങ്ങുകളൊക്കെ പോലെ തന്നെയുള്ള എന്തോ പരിപാടികളൊക്കെയാണ്. സൊല്യൂഷ്യ മറ്റേ ഹോട്ട് സ്പ്രിംഗ് പോയായിരുന്നു, മഡ് ബാത്ത് ഒക്കെ ചെയ്തായിരുന്നു, അതൊക്കെ ചെയ്തായിരുന്നു. അതുപോലത്തെ സെറ്റപ്പാണ്. അവർ രണ്ടിനും കൂടെ എന്തോ കൂലങ്കഷമായിട്ടുള്ള ചർച്ചകളാണ് അവിടെ നിന്നിട്ട്. അത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരും, അതിനകത്ത് മുങ്ങി പോകത്തൊന്നുമില്ല. ഇതെന്തായിരിക്കും അച്ഛാ ഈ കുഴി? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്ന്. എനിക്ക് തോന്നുന്നു അവിടെ ഈ കാണുന്ന മേ ബി ഒരു ടാർ ഫോർമേഷൻ എന്തെങ്കിലും പരിപാടികളായിരിക്കാം. അതെ, മുമ്പേ കണ്ടതുപോലെ തന്നെ. അത് കൊള്ളാം അല്ലേ? അത് പല കണ്ടോ, അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ ഉണ്ട്. ആ ഗ്യാപ്പിൽ വെള്ളം വീണ് കിടക്കുന്നു. അങ്ങനെയാണ് പരിപാടി. അവർ പുള്ളിക്കാരി വീണ്ടും അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പോയിട്ട്.
$50 കൊടുത്തു കഴിഞ്ഞാലും വർത്താൻ തോന്നും. അതെ, നമ്മൾ പെർ ഹെഡ് $50 50 ഇവിടുത്തെ ഡോളറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. $50 എന്ന് പറഞ്ഞാൽ ഏകദേശം $600 അല്ലേ, 550 രൂപ, $600. അത് തന്നെ. അത്രേ ഉള്ളൂ. യെസ്. ഒരു എന്താണെന്നറിയില്ല, ആ വെള്ളം എടുത്തിട്ട് അജയ് ചേട്ടനെ കൊണ്ട് കുടിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇച്ചിരി ഒന്ന് വെളുപ്പിക്കാനോ അവനെ നന്നാക്കാനുള്ള പരിപാടിയാണ്. എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. അവിടെ കുപ്പിക്കകത്തുനിന്ന് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. കുപ്പിക്കകത്ത് അവിടെ താഴെ അവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്തോ പരിപാടിയുണ്ട് അവിടെ. രണ്ടുപേരും കൂടെ അവിടെ വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം. അജയ് ചേട്ടൻ ആദ്യം വന്നപ്പോഴത്തേക്കിനും ചെരുപ്പിട്ട് വന്നതിനെ ഒന്ന് പ്രാഗിന്നുണ്ടെങ്കിലും ഇപ്പോൾ അജയ് ചേട്ടൻ ചെരുപ്പിട്ട് വന്നത് ഉപകാരമായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്തായാലും കൊള്ളാം സംഭവം. ശരി, അപ്പം നമ്മൾ ഈ അച്ഛാ ശരിക്കും കാണാം. ഇത് കണ്ടോ, ടാർ കണ്ടോ, മനസ്സിലായില്ലേ? ഇത് കണ്ടോ, ഇതാണ് സംഭവം ബേസിക്കലി. കണ്ടോ, അതായത് നമുക്ക് അവിടെ താഴെ കാണുന്നത് ഇതൊക്കെ ശരിക്കും ഈ ടാർ ഫോർമേഷൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണെന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മൾ ഭൂമിയിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ ഒരു നാട്, ആ നാട്ടിൽ അവിടെ ഒരു ലേക്കിൽ, ആ ഒരു ലേക്കിൽ നിന്ന് ശരിക്കും നമുക്ക് ടാർ ഇങ്ങനെ കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും അതൊരു ഭയങ്കര സംഭവം കേട്ടോ. പക്ഷെ എന്താ അല്ലേ, അതായത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു വലിയൊരു ലേക്ക്, ഇത് ആക്ച്വലി പിച്ച് ലേക്ക് എന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു ലേക്ക് കംപ്ലീറ്റ് ലേക്ക് അസ്ഫാൾട്ട്, ഈ ഒരു സ്ഥലം കംപ്ലീറ്റ് ഇവിടെ നിന്നും അവർ ഈ പറഞ്ഞ അസ്ഫാൾട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ടാറ് എടുത്തിട്ട് അതിൻ്റെ കുഴിഞ്ഞിങ്ങനെ പതുക്കെ കുഴിഞ്ഞ് വന്നിട്ടാണ് ബേസിക്കലി ഇപ്പോൾ ഇങ്ങനെ ഒരു ലേക്ക് പോലെ ആയിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ പ്രോസസ്സ് ചെയ്തിട്ട് ആ ടാർ തിരിച്ച് വീണ്ടും ഇവിടെ പല സ്ഥലത്തായിട്ട് കൊണ്ടിടും. അങ്ങനെ കൊണ്ടിട്ട് കഴിയുമ്പോഴത്തേക്കിനും അത് വീണ്ടും അത് ഈ പറഞ്ഞ പോലെ വേറെ രീതിയിലേക്ക് വരുമെന്നാണ് അറിയുന്നത്. ലൈഫായിട്ട് വരും. എന്തായാലും ഭയങ്കര ഒരു വലിയ സംഭവമാണ്. അപ്പോൾ ഈ ലേക്കിൽ നിന്നും എടുത്തിരിക്കുന്ന ടാർ ഉപയോഗിച്ച് ലോകത്ത് ഏതൊക്കെ എയർപോർട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ആക്ച്വലി ഇതിന് 8th wonder of the world എന്നും പറയുന്നുണ്ട്. യെസ്. അജയ് ചേട്ടനും ചേച്ചിയും കൂടെ ഇങ്ങനെ കറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പുള്ളിക്കാരി എത്ര വർഷം മുന്നേ? 4 വർഷം മുന്നേ അല്ലേ? 15 വർഷം മുമ്പ് ഇവിടെ ഏതോ ഒരു വ്യക്തി താന്നു പോയ ഒരു സ്ഥലമുണ്ട്, അതുകൊണ്ട് കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോവുകയാണ്. അവിടേക്ക് കൊണ്ടുപോകണമെന്നും പറഞ്ഞുകൊണ്ട് അജയ് ചേട്ടൻ നമുക്ക് ഫോണിൽ കൂടെ കാര്യങ്ങളൊക്കെ വിവരിച്ച് തരുന്നുണ്ട്. ഞാനിവിടെ നിന്ന് കാണുവാണല്ലോ. അപ്പോൾ അജയ് ചേട്ടൻ ഇങ്ങനെ ഫോണിൽ കൂടെ ഇടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട് എങ്ങനെ എന്താ പരിപാടി എന്നുള്ളതൊക്കെ. ഈ കാണുന്നതാണ് നമ്മുടെ ടാർ ഉണ്ടാക്കുന്ന ഫാക്ടറി എന്ന് പറയുന്നത്. ആ ടാർ ഉണ്ടാക്കുന്ന പ്യൂരിഫൈ ചെയ്യുന്ന ഫാക്ടറിയാണ് നമുക്ക് ഇവിടെ ഈ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ടാർ പ്യൂരിഫൈ ചെയ്യുന്ന ആ ഒരു ഫാക്ടറിയും അതിനോടപ്പുറത്ത് നിൽക്കുന്ന ടാർ ഉണ്ടായി വരുന്ന ആ ലേക്കും. സോ അതാണ് ഈ ഒരു സ്ഥലം. അടിപൊളി, ഒരു വണ്ടർഫുൾ പ്ലേസ്. ഇവരിവിടുന്ന് ഈ ടാർ എടുത്തിട്ടേ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇത് എടുത്തിട്ട് ഇത് പ്രോസസ്സ് ചെയ്യണമല്ലോ, അസ്ഫാൾട്ടൊക്കെ ആക്കുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സാധനം. അത് അവരുടെ ഒരു റെയിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇത് കണ്ടോ, ഈ റെയിൽ, അതായത് ഈ റെയിൽ എന്തിനാ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അറിയാമോ? This is raw pitch. This is in a crude solid form. I'm trying to just how it. These are the ventilation holes. So when it absorbs heat, it becomes unstable. So if you watch, you will see water and gas still. Oh yeah, that's true. Wow. Smell it. See, it smells different. Yeah. To smell this. This is raw pitch. എന്തൊക്കെയാണ് ഈ പരിപാടികൾ? മണ്ണൊക്കെ കിടക്കുന്ന പോലെ ഇവിടെ ഫുൾ ഇതാണോ? ഇത് തന്നെ. ഇതിങ്ങനെ ഇത് വർഷങ്ങളായി. How many years they have been digging from here? Well, they asphalt here since 1978. I can take this one? Yeah, you can have that. So she is going to do something. This is what you call liquid tar or crude asphalt that has not yet been solidified. It's in a molten liquid form. അത് കണ്ടോ നോക്കി. Oh wow. That comes up naturally from beneath the surface. Okay. Of the lake. ഇത് കണ്ടോ. You gotta be careful before you get on your surfboard. Oh wow. It's not deep. You see it's shallow, but out there now have some deep ponds with it. So you will go deep in that, like if you jump? Yeah, it's like quicksand. Okay. ഇത് കണ്ടോ, ഇത് മൊത്തം ഇവരിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കി കാണിക്കുന്ന സ്ഥലമാണ്. ഇതിങ്ങനെ ഇവിടെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കുഴിഞ്ഞു പോവും. ചവിട്ടി കഴിഞ്ഞാൽ കുഴുകി പോകും. ഉണ്ട് പുള്ളിക്കാരി നടന്നു പോകുന്നുണ്ട് അവിടെ. The birds come pulling the spider in their mouth and some the spider wriggle up and drop. അവിടെ ഒരു ചലന്തി കിടപ്പുണ്ട്, ചത്ത് കിടപ്പുണ്ട്. ആ ചലന്തി എടുക്കാനായിട്ട് ഏതെങ്കിലും ബേർഡ് വന്ന് അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ബേർഡിന് തിരിച്ച് പൊങ്ങാൻ പറ്റാത്ത രീതിയിൽ അവിടെ സ്റ്റക്കായി പോകുന്നു. കണ്ടില്ലേ, ഈ കാണുന്ന ഏരിയ മൊത്തം അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് ഇത് നമ്മൾ നോക്കി നടന്നില്ലെങ്കിലേ എവിടെയാണ് നമുക്ക് കുഴിഞ്ഞു പോകുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഞങ്ങളിപ്പോൾ ഈ രാജ്യത്തിൻ്റെ അറ്റത്തേക്ക് പോവാണ്. അറ്റത്തേക്ക് അച്ഛൻ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കാട് പോലെയുള്ള സ്ഥലത്തോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ആദ്യം ഇന്ത്യൻസ് ഒന്ന് ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. ഇന്ത്യക്കാരെ കൊണ്ടുള്ള കപ്പല് ഇവിടെ വന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഫേറ്റൽ റസാക്ക് എന്ന കപ്പലിന്റെ പേര്. എന്തായിരുന്നു? ഫേറ്റൽ റസാക്ക്.